ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വീക്ക്ലി മീൽ പ്രിപ്പറേഷനാണ്. ഞാൻ എല്ലാ ദിവസവും കിച്ചണിൽ കയറുന്ന ഒരാളല്ല. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര ടയർഡായിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ചൂടത്തും കൂടി ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്കത് തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ല. അങ്ങനെ ഞാനിങ്ങനെ ബാച്ചായിട്ട് കുക്ക് ചെയ്യാനാണ് ശ്രമിക്കാറ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ ദാൽ കറി വെക്കാൻ വേണ്ടി ദാള് ഗാർലിക്കും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും അതിന് വേണ്ടിയുള്ള ഉള്ളി അരിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ കഴുകാൻ. അതൊക്കെ കഴുകിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഈ ഒരു കറീൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് ചില്ലി ഫ്ലേക്സ്. നല്ലപോലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് വീണ്ടും വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ കുക്ക് ചെയ്തിട്ടുള്ള ദാള് അതിലോട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്ത് നമ്മുടെ ദാൽ കറി റെഡിയായി. എന്നിട്ട് നമ്മളൊരു സൈഡിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണ്. അതിലേക്ക് ആദ്യം തന്നെ തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് പിന്നെ ഉപ്പ്, ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ഇട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക. അത് കുറച്ച് അധികം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഡിന്നർ ടൈം കൂടുതൽ നമ്മൾ നോൺ വെജിനാണല്ലോ പ്രിഫർ ചെയ്യുക. അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെ കണ്ടെയ്നേഴ്സിലാക്കി വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മാത്രം മതിയല്ലോ. അങ്ങനെ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഞാൻ ജീരകം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ജീരകം കൂടി ആഡ് ചെയ്യണം. അപ്പം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറാണ് അതിന് കിട്ടുന്നത്. ആദ്യം തന്നെ മസാല ആ ഒരു യോഗട്ടിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നല്ലപോലെ ഇട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. യൂഷ്വലി ഞാനിങ്ങനെ ചെയ്യുമ്പം ചില സമയങ്ങളിൽ ഞാൻ 2 ടൈപ്പ് മാരിനേഷൻ ആക്കിയിട്ട് അത് കണ്ടെയ്നേഴ്സിലാക്കി വെക്കാറാണ്. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റ മാരിനേഷനാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലത്തെ കണ്ടെയ്നേഴ്സിൽ ഇട്ടിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഭയങ്കര ടൈം സേവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓഫീസ് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് പച്ചപ്പയർ കറിയും കൂടി ഉണ്ടാക്കാം. അതിലേക്ക് ആദ്യം തന്നെ പച്ചപ്പയർ കഴുകി ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയ കറി ഓൾറെഡി ചൂടൊക്കെ പോയി. നമ്മൾ എന്ത് ചെയ്തു, ഈ കണ്ടെയ്നറിലോട്ടിട്ട് ഇവിടെ വെച്ചു. പച്ചപ്പയറിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അരിഞ്ഞു വെക്കുക. ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുക. എന്നിട്ട് ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഞാൻ ഒരു കറി ചെയ്യുമ്പോൾ തന്നെ ഞാൻ മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. അതായത് നമുക്ക് പാത്രങ്ങളുണ്ടാവും, പ്രീവിയസ് കറി ഉണ്ടാക്കിയതിൻ്റെ എല്ലാം കൂടി ഒന്ന് കഴുകി ഇതാക്കി സെറ്റ് ചെയ്തിട്ട് വെക്കും. അവിടെ ഉള്ളി വഴന്ന സമയം കൊണ്ട് ഞാൻ ബ്രിഞ്ചോൾ ഫ്രൈ, അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികൾ ഇങ്ങനെ ഒഴിച്ചുകറികളുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ വേണ്ട, എപ്പോഴും മീനും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അങ്ങനെ ബ്രിഞ്ചോൾ ഫ്രൈ ആണ് നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റുമാണ്. മുമ്പ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വെജിയായിരുന്നു ബ്രിഞ്ചോൾ. പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ് ഇത്രയും ഇട്ടിട്ടുള്ള ഒരു മാരിനേഷനാണ്. ഇതും നമ്മൾ അതുപോലെ തന്നെ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കും, കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വെക്കും. നമ്മൾ ഈ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ഒരു മീൽ പ്രിപ്പൊക്കെയാണ് നമ്മൾ ആക്ച്വലി സേവ് ചെയ്യാറ്. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് ഫുഡ്, ഇതും ഒരു ഹെൽത്തി വൈസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ഭേദമല്ലേ. അപ്പോഴത്തേക്കും നമ്മൾ മാരിനേഷനൊക്കെ ചെയ്ത് അത് സെറ്റ് ആയപ്പോഴത്തേക്കും ഉള്ളി, തക്കാളിയൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചപ്പയറും കൂടി ഇട്ട് ഞാൻ ഏത് പച്ചപ്പയറാവട്ടെ ദാളാവട്ടെ എനിക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള കറികളാണ് എനിക്കിഷ്ടം. ഈ ചിലവർക്ക് ഇങ്ങനെ വെള്ളം പോലത്തെ കറികളൊക്കെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അങ്ങനെ അത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഈസി പീസി ചിക്കൻ കറിയാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രദർ ഇൻ ലോ പഠിപ്പിച്ചൊരു ചിക്കൻ കറിയാണ്. വെരി സിമ്പിളാണ്. ജസ്റ്റ് ചിക്കനിലേക്ക് കറിവേപ്പില, ചില്ലി ഫ്ലേക്സ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗീ ഇത്രയും, പിന്നെ കുറച്ച് വെള്ളം, നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്പി നമ്മൾ ഒരു 2 വിസിൽ, ചിക്കനൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുകയില്ലേ, 2 വിസിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കറി റെഡിയാണ്. ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതിന് കൂടെ എന്താണെന്ന് വെച്ചാൽ ചൂട് നെയ്ച്ചോറാണ്. ആൻഡ് ഇത് സ്പൈസിനെസ് എന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രീം സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്.
അങ്ങനെ ഇതൊന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സോസേജ് മസാലയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനെ അടുപ്പത്ത് കയറ്റി ഒരു സൈഡിൽ ഞാൻ സോസേജ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വേണ്ട സവാള, ക്യാപ്സിക്കം ഇതൊക്കെ ഒരു സൈഡിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സോസേജിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ എല്ലാത്തിനും ഓൾമോസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുക, കാരണം എനിക്കത് എൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി വെച്ചിട്ട് ഞാൻ എപ്പോഴും മിനിമലായിട്ട് ഓവർ മസാലകളൊക്കെ ഇട്ട് ഇങ്ങനെ കൊല്ലുന്ന രീതിയിൽ ഞാനൊരു കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കാറില്ല. അങ്ങനെ ഇതൊക്കെ നല്ലോണം വഴറ്റി വെച്ചിട്ട് അതിലേക്ക് കുരുമുളക്, ഉപ്പ് ഇതൊക്കെ ഇട്ട്, അതായത് ഈ ഒരു ഐറ്റത്തിന് നമ്മൾ കുരുമുളകും ഉപ്പും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടിയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഇതൊന്ന് വഴറ്റി എടുത്തിട്ട് ഇത് അതേ ദിവസം ഞാൻ ഇതൊരു 2-3 ദിവസം മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. പക്ഷെ എനിക്കിപ്പോഴാണ് ടൈം ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി കിട്ടിയത്. അങ്ങനെ നമ്മൾ ആ ദിവസം ഡിന്നറിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് പാളിപ്പോയി. നമ്മൾ എല്ലാം തിരക്കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇത്തിരി അടിയിലേക്ക് പിടിക്കുമല്ലോ, അത് സാധാരണയാണല്ലോ. അങ്ങനെ ഇതിലേക്ക് നമ്മളൊരു ഇത്രയും കൂടി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇത് നല്ലോണം നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പം നമ്മളൊരു 2 തരം ഒഴിച്ചുകറി, പിന്നെ ഒരു ചിക്കൻ്റെ കറി, പിന്നെ വെജീസ് മാരിനേഷൻ, ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 3 to 4 ഡേയ്സോളം യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് വൈസ് ആയാലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പം കുറച്ചധികം മാസങ്ങളായി ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.